ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ യൂണിറ്റ് 4ൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫോർമുലേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് 8 സ്റ്റെപ്സ് ഓഫ് ഫോർമുലേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരു കമ്മിറ്റിയുടെ അണ്ടറിലാണ്. സോ ഈ കമ്മിറ്റി ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റിഗേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റുകൾ ഈ ഒരു ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓർഗനൈസേഷനിലെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യനയേഴ്സ്, ഇൻ്റർവ്യൂസ്, സോ അങ്ങനെയുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ഈ ഡാറ്റാസിൽ നിന്നുള്ള ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് പോളിസി കമ്മിറ്റി ഒരു എന്താണ് ഫർദർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. സോ മെയിനായിട്ടും ഈ കമ്മിറ്റി ശ്രദ്ധിക്കേണ്ടതായ ഫാക്ടേഴ്സ് എന്താണെന്നാണ് നോക്കുന്നത്. 3 ഫാക്ടേഴ്സാണ് ഉള്ളത്. ആദ്യത്തെ ലേബർ ലീഗലൈസേഷൻ ആണ്. സോ ലേബർ ലീഗലൈസേഷനിൽ വരുന്നത് ലോ ഓഫ് ദ ലാൻഡ് ഇൻ ജനറൽ ആൻഡ് ലേബർ ലീഗലൈസേഷൻ ഇൻ പെർട്ടിക്കുലർ ഗവേൺ സെവറൽ ആസ്പെക്ട്സ് ഓഫ് പേഴ്സണൽ മാറ്റേഴ്സ്. സോ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ തൊഴിലാളിക്കും കിട്ടേണ്ട അവകാശങ്ങൾ അതെന്തൊക്കെയാണെന്ന്, സോ നമ്മുടെ കൺട്രിയുടെ ലോയുടെ അണ്ടറിൽ, സോ ഇന്ത്യയിലുള്ള ലോ ആയിരിക്കില്ല അമേരിക്കയിൽ ഉണ്ടായിരിക്കുക. സോ നമ്മൾ ഏത് കൺട്രിയിലാണോ നിൽക്കുന്നത് ആ ലോയുടെ അണ്ടറിൽ ഒരു തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട റൈറ്റ്സുകൾ എന്താണെന്നുള്ള ബോധ്യം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് ലേബർ ലീഗലൈസേഷൻ. ആൻഡ് രണ്ടാമത്തെ എന്ന് പറയുന്നത് സോഷ്യൽ വാല്യൂസ് ആൻഡ് കസ്റ്റംസ് ആണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ബിഹേവിയേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആണ്. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റീജിയനിലുള്ള ആളുകൾക്ക് ഇന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് കോഡ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം മുൻനിർത്തിയിട്ട് വേണം നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മൂന്നാമത്തെ എംപ്ലോയി ആസ്പിറേഷൻസ് ആണ്. സോ എംപ്ലോയീസ് ആസ്പിറേഷനിൽ പേഴ്സണൽ പോളിസീസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ഒരു കമ്പനിയിലെ ഏറ്റവും ടോപ്പ് ലെവൽ മുതൽ എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈങ് ദ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് പീപ്പിൾ. ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ ഹോപ്സ്, അവരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പോളിസിയുടെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോളിസി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങൾ, 3 ഫാക്ടേഴ്സാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ കമ്മിറ്റി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പാണ് എൻവയോൺമെൻറ്റ് സ്കാനിങ് എന്ന് പറയുന്നത്. നമ്മുടെ പോളിസി കമ്മിറ്റി കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട, അനലൈസ് ചെയ്യേണ്ട കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട്. സോ അത് ഓളായിട്ടുള്ള നമ്മുടെ ഫോൾ ഇൻഫോർമേഷനെ ഡിവൈഡ് ചെയ്തിട്ട് പല ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനുണ്ട്. സോ നമ്മൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫിസിക്കൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, വർക്കേഴ്സ് മാനേജ്മെൻറ്റ് റിലേഷൻ, മാൻ പവർ, വാല്യൂസ്, ഇതെല്ലാം വരുന്നത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ടെക്നോളജിക്കൽ കണ്ടീഷനെയാണ്, നമ്മുടെ ഓരോ കൺട്രിയിലുള്ള കണ്ടീഷൻസ്. സോ ഈ 2 കാര്യങ്ങളും നമ്മൾ മുൻനിർത്തിക്കൊണ്ട് വേണം, അനലൈസ് ചെയ്തുകൊണ്ട് വേണം ഒരു പോളിസി കമ്മിറ്റി പോളിസീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മൂന്നാമത്തെയാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പോളിസി ഏരിയാസ്. സോ നമ്മളൊരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ക്ലിയർ ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് ഏത് ഏരിയാസിലൊക്കെയാണ് പോളിസിയുടെ ആവശ്യമുള്ളത് എന്നാണ്. സോ നമ്മൾ മെയിനായിട്ടും 2 ബ്രോഡ് ഗ്രൂപ്പുകളാണ് പോളിസീനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോളിസി ഫോർമുലേറ്റേഴ്സ് ആണ്. ആൻഡ് അവർ മാനേജർ ഫങ്ഷൻസ്, ഇപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ, ഈ ഒരു ഏരിയാസിലാണ് ആദ്യത്തെ പോളിസി ക്രിയേഷൻ വേണ്ടത്. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോളിസി ഫോർമുലേറ്റ് ചെയ്യേണ്ടത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. ഒരു ബിസിനസ്സിൻ്റെ ഫങ്ഷണൽ ഏരിയാസ് മെയിനായിട്ട് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ, ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അങ്ങനെ 2 ടൈപ്പിലാണ് നമുക്ക് പോളിസി ഏരിയാസ്, നമ്മൾ ഏത് ഏരിയാസിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 2 ടൈപ്സിലാണ് കേട്ടോ. ആൻഡ് 4ാമത്തെ സ്റ്റെപ്പാണ്
അനലൈസ് ഓഫ് ഓൾട്ടർനേറ്റീവ് പോളിസീസ്. സോ നമ്മളൊരു സ്റ്റേജിൽ പോളിസി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് ദ എക്സാമിനേഷൻ നമ്മൾ ഓൾട്ടർനേറ്റീവ് പോളിസീസ് ലൈറ്റ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോളിനനുസരിച്ചിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് പോളിസി നമുക്ക് എപ്പോഴും വേണം. സോ നമ്മുടെ ഓൾട്ടർനേറ്റീവ് പോളിസി എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ബെസ്റ്റ് പോസിബിൾ റിസൾട്ട്, നമ്മുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്ന റിസൾട്ട്. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന പോളിസി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് വർക്ക് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റീവ് പോളിസി എന്ന് പറയുന്നത്. സോ ഒരു പോളിസി മസ്റ്റ് ബി ടെസ്റ്റഡ്. നമ്മളൊരു പോളിസി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫൈനൽ ഷേപ്പ് ചെയ്യണം, എന്തൊക്കെ കുറവുകളാണ് അതിനുള്ളതെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സോ കമൻസും സജഷൻസും ഇതെല്ലാം നമ്മൾ ലോവർ ലെവൽ നമ്മുടെ പേഴ്സണൽ ലെവൽസിൽ നമുക്ക് കിട്ടും. സോ അത് നമ്മുടെ ഓൾട്ടർനേറ്റീവ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലോവർ ലെവൽ. സോ അൾട്ടിമേറ്റ് ചോയ്സ് ഓഫ് പോളിസി എന്ന് പറയുന്നത് അച്ചീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദോസ് ഹു യൂസ് ദ ആൻഡ് ലൈവ് ദ റിസൾട്ട്. സോ നമ്മൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്താലും അത് യൂസ് ചെയ്യുക, അത് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത് ലോവർ ലെവൽ എംപ്ലോയീസ് ആണ്. സോ അവരുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ആ ഒരു പോളിസിയുടെ സക്സസ് എത്രത്തോളമാണെന്ന്. സോ അതിൻ്റെ കോൺട്രിബ്യൂഷൻസ്, സജഷൻസ്, ഫാക്ട് ഫൈൻഡിങ്സ് ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സോ കമ്മിറ്റഡ് ആയിട്ടൊരു സ്റ്റേജ് വിൽ ഫീൽ കമ്മിറ്റഡ് ടു ആ പോളിസിയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അപ്പോഴായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ്, എംപ്ലോയീസിൻ്റെ ഉള്ളിൽ റെസ്പോൺസ് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പോളിസി പാർട്ടിസിപ്പേഷൻ കറക്റ്റായിട്ട് എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടോ എന്ന് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് രണ്ട് മേജറായിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ പോളിസി ഫോർമുലേഷനുള്ളത്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഇറ്റ് വിൽ എൻഷുർ ദാറ്റ് ദ പോളിസീസ് ആർ റിയലിസ്റ്റിക് ബിക്കോസ് ദേ പോസസ് ദ ഫസ്റ്റ് ഹാൻഡ് നോളേജ് ഓഫ് ദ ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. നമ്മുടെ പോളിസിയിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ആ ഒരു ഓർഗനൈസേഷനെ ക്ലൈമറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ആയിട്ട് വരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സിൻസ് ദ പോളിസീസ് ആർ ടു ബി യൂസ്ഡ് ബൈ ദ സബോർഡിനേറ്റ്സ് ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫോർമുലേഷൻ പ്രോസസ് വിൽ എൻകറേജ് റെഡി ആക്സെപ്റ്റൻസ് ബൈ ദം. അവർ ആ പോളിസി ആക്സെപ്റ്റ് ചെയ്തു എന്നതിനുള്ളൊരു സൂചനയാണ് അവരുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. സോ ഇത് വരുന്നത് ഫിഫ്ത്ത് സ്റ്റേജിലാണ്. ആൻഡ് സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്രൂവൽ ഓഫ് ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. സോ പോളിസി ഫോർമുലേറ്റ് ചെയ്ത കമ്മിറ്റി ഒരു റിപ്പോർട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നു. സോ അവരുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻസ് മെമ്പേഴ്സ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സും ഫൈൻഡിങ്സും എല്ലാം വെച്ചുകൊണ്ടാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അത് അപ്രൂവ് ചെയ്യുന്നത്. സോ പേഴ്സണൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഈ ഒരു പോളിസി ഫോർമുലേഷനിൽ കീ റോള് അല്ലെങ്കിൽ അവർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ അവരാണ് സ്പോക്സ്മാൻസ് ഓഫ് കമ്മിറ്റി. ആ ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവർ ഏത് ടൈപ്പ് ഓഫ് പോളിസീസാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ്. സോ അവർക്ക് കറക്റ്റായിട്ടുള്ള പ്രിക്കോഷൻസും അതുപോലെ തന്നെ കറക്റ്റ് ടൈമിങ്ങും പ്രസൻറ്റേഷനും എല്ലാം വേണം. സോ അതാണ് അപ്രൂവൽ ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. സോ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്ത ഒരു പോളിസി കറക്റ്റായിട്ട് അതോറിറ്റിയുടെ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോളിസി കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ടോപ്പ് മാനേജ്മെൻറ്റിന് കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഏതൊക്കെ ടൈമിലാണ് പോളിസി അഡ്വക്കേറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, ദ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സോ ഓർ നോട്ട്. നമുക്കത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ്. സോ പല മാനേജ്മെൻറ്റിലും ഹെസിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിലീസ് ഓഫ് ദ പോളിസി ആക്സെപ്റ്റഡ് ബൈ ദം ഫോർ ദ ഫിയർ ആൻഡ് മേക്കിംഗ് കമ്മിറ്റീസ്. സോ നമ്മൾ ഒരു പോളിസി റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അത് കറക്റ്റായിട്ട് പ്രിറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റണം. ചില സിറ്റുവേഷൻസിൽ അവർക്ക് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവാം. സോ അത് അവരുടെ കോൺഫിഡൻസിന് ആ മാനേജ്മെൻറ്റിൻ്റെ കോൺഫിഡൻസിന് തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ കറക്റ്റായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് അനുസരിച്ച് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെവൻത്ത് പോയിന്റ്. ആൻഡ് എയ്ത്ത് വൺ എന്ന് പറയുന്നത് പോളിസി അപ്രീസിയൽ ആണ്. സോ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ മാനേജ്മെൻറ്റ് ആരാണോ ഓർഗനൈസേഷൻ്റെ പോളിസീസ് ഗൈഡ് ചെയ്യുന്നത്, മറ്റുള്ള എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്നത്, അവരാണ് പോളിസി ഡിസിഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും അപ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്
യൂസ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ്ഫുൾനെസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണോ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ഗൈഡ് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ്സ്, സോ അവരായിരിക്കും അപ്രീസിയൽസ് കൊടുക്കുക. ഇനി സീരിയസ് ഡിഫിക്കൽട്ടീസിൽ ഒരു പുതിയ ആൾ അല്ലെങ്കിൽ പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള പോളിസീസ് നമുക്ക് ടോപ്പ് മാനേജ്മെൻറ്റിന് റിപ്പോർട്ടഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സജഷൻസും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്വേർഡ് കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. എന്ന് എംപ്ലോയിൽ നിന്ന് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലോട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള അറ്റൻഷൻസ് റിസീവ് ചെയ്യാനും ഹയർ മാനേജ്മെൻറ്റിന് കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. ഇങ്ങനെ 8 സ്റ്റെപ്പുകളാണ് നമുക്ക് ഒരു പോളിസി ഫോർമുലേഷന് ഹ്യൂമൻ റിസോഴ്സ് പോളിസിയിൽ ഉള്ളത്.